ഹായ് ഓൾ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോസൽ ഓർ നോൺ കോസൽ സിഗ്നൽസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസിലെ ലാസ്റ്റ് സെക്ഷനാണ്. അതിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലം ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് ആർ കോസൽ ഓർ നോൺ കോസൽ. അപ്പോൾ നമുക്ക് 4 സിഗ്നൽസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1 and 2 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണ്, കാരണം എക്സ് ഓഫ് ടിയിലാണ് തന്നിരിക്കുന്നത്, ടൈം ഡൊമൈനിലാണ്. ലാസ്റ്റത്തെ 2 എണ്ണം തേർഡ് ആൻഡ് ഫോർത്ത് വൺസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ്, എക്സ് ഓഫ് എൻ എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് 2 ടൈപ്സ് ഓഫ് സിഗ്നൽസും എങ്ങനെയാണ് കോസലാണോ നോൺ കോസലാണോ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് സിഗ്നൽ നോക്കാം. x1 of t equal to e raised to at u of t. ഒരു സിഗ്നൽ കോസലാവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0 എന്നാലാണ് സിഗ്നൽ എന്താവുക, കോസലാവുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാം. നമുക്കിവിടെ ഒരു സിഗ്നലിന് കണ്ടീഷൻ തന്നെ യു ഓഫ് ടി എന്ന് പറഞ്ഞൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നാണ് നമ്മളതിനെ പറയുക. ഈ യു ഓഫ് ടിയുടെ പ്രത്യേകത യു ഓഫ് ടി ഈക്വൽ ടു 1 ആവുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ലാണ്, അതർവൈസ് ഇറ്റ് ഈസ് 0. അതായത് ടി ലെസ് ദാൻ 0ൽ ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താവില്ല, വാല്യൂ ഉണ്ടാവില്ല, അതായത് 0 ആയിരിക്കും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ലാണ് അത് 1 ആവുക. സോ അപ്പോൾ ഈ ഫംഗ്ഷൻ x1 ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, ഇവിടെ യു ഓഫ് ടി ഉള്ളത് കൊണ്ട് തന്നെ ടി ലെസ് ദാൻ 0ൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, യു ഓഫ് ടിയുടെ വാല്യൂ 0 ആയിരിക്കും. 0 ഇൻറ്റു ഇ റേസ് ടു എന്ത് വന്നാലും അല്ലെങ്കിൽ 0 ഇൻറ്റു എന്ത് വാല്യൂ വന്നാലും അത് എന്തായിപ്പോൾ 0 ആവും. സോ x1 ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ദെർഫോർ ഈസ് കോസൽ. അപ്പോൾ x1 ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ ഒരു കോസൽ സിഗ്നലാണ്. ഇനി ഇതേപോലെ നമുക്ക് x2 ഓഫ് ടി ചെക്ക് ചെയ്യണം. x2 ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു -2t യു ഓഫ് -t. ഇവിടെ യു ഓഫ് -t ആണ്. യു ഓഫ് ടിയുടെ കണ്ടീഷൻ നമുക്കറിയാം. നോക്കിയേ, നമ്മൾ ഈ യു ഓഫ് അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമിനെയാണ് ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ യു ഓഫ് ടി ആയിരുന്നു, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് 1. അപ്പോൾ ഇവിടെ ടിയുടെ പ്ലേസിൽ ഇവിടെ എന്താ കിടക്കുന്നത്, -t എന്നാണ്. നമുക്ക് കണ്ടീഷൻ അഗെയിൻ നോക്കാം. യു ഓഫ് -t ഈക്വൽ ടു 1 വെൻ -t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ ടിയുടെ പ്ലേസിൽ ഇവിടെ -t ആയി. സോ ഇവിടെ നമ്മൾ കണ്ടീഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേം അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ -t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, -t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് സൈൻ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ലിമിറ്റ് കൺസിഡർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ ടേമിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു -t പ്ലസ് ടി. ഇനി -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ എന്തായി മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് റിവേഴ്സ് ആവും. പ്ലസ് ടി -t ആവണ പോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ റിവേഴ്സ് ആണ് ആര്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഈ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറും. ഇനി 0നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്താവും, 0 തന്നെയാവും. അപ്പോൾ പ്ലസ് ആയാലും മൈനസ് ആയാലും 0 തന്നെയാണ്. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തം ഇക്വേഷന് അല്ലെങ്കിൽ മൊത്തം ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടീഷന്. അപ്പോൾ -t പ്ലസ് ടി ആയി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി, 0 ആയി. അപ്പോൾ യു ഓഫ് -t ഈക്വൽ ടു 1 ആവുന്നത് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ലാണ്. ഇനി അപ്പോൾ 0 ആവുന്നത് എപ്പോഴായിരിക്കും, ടിയുടെ 2 കണ്ടീഷനുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ അത് 1 ആയി. പിന്നെ ബാക്കി കണ്ടീഷൻ എന്തായിരിക്കും, ഇവിടെ ടി ലെസ് ദാൻ 0 ആയിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരും, -t ലെസ് ദാൻ 0 എന്നാണ് വരിക അല്ലേ. ഇവിടെ കണ്ടീഷൻ എടുക്കുമ്പോൾ ടിയുടെ പ്ലേസിൽ -t എടുക്കും. അപ്പോൾ -t ലെസ് ദാൻ 0 എന്ന് വന്നു കഴിഞ്ഞാൽ അതായത് ടി ഗ്രേറ്റർ ദാൻ 0. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാം, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കഴിഞ്ഞാൽ പിന്നെ ബാക്കി റിമൈനിങ് ഉള്ളത് ടി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0ൽ അത് 0 ആണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു -2t മാത്രം വരും എപ്പോൾ, ടി ഗ്രേറ്റർ ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ അല്ലേ. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ലാണ് അത് 1 ആവും, ഈ ഫംഗ്ഷൻ 1 ആവുന്നത്. അപ്പോൾ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ ഇ റേസ് ടു -t ഇൻറ്റു യു ഓഫ് -tയുടെ വാല്യൂ എന്തായിരിക്കും, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള എല്ലാ പോസിബിൾ കണ്ടീഷനിലും യു ഓഫ് -t 1 ആയിരിക്കും. സോ 1 ഇൻറ്റു ഇ റേസ് ടു -2t ഇ റേസ് ടു -2t ആവും. അപ്പോൾ ഈ x2 ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു -2t ആയിരിക്കും വെൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ടി ഗ്രേറ്റർ ദാൻ 0ൽ അത് 0 ആയിരിക്കും, കാരണം യു ഓഫ് -t എന്തായിപ്പോയി, 0 ആയി. 0 ഇൻറ്റു ഇ റേസ് ടു -2t 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസലാവാനുള്ള കണ്ടീഷൻ ടി ലെസ് ദാൻ 0ൽ ഫംഗ്ഷൻ 0 ആണ്. പക്ഷേ ഇവിടെ ടി ലെസ് ദാൻ 0ൽ ഫംഗ്ഷൻ എന്തല്ല, 0 അല്ല, പകരം
e raised to minus 2t എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ therefore x2 of t എന്ന് പറയുന്നത് എന്ത് സിഗ്നൽ ആയിരിക്കും? ഈസ് എ നോൺ കോസൽ സിഗ്നൽ. ഈസ് എ നോൺ കോസൽ സിഗ്നൽ. അപ്പോൾ x1 of t കോസലും x2 of t നോൺ കോസലുമാണ്. ഇതേപോലെ നമുക്ക് ആരെയും കൂടെ ചെക്ക് ചെയ്യണം, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെ നോക്കാം. x1 of n equal to u of n plus 3 minus u of n minus 2. രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് തന്നെ എന്നിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം u of n plus 3യുടെ കണ്ടീഷൻ നോക്കാം. u of n plus 3 equal to 1 when ഇവിടെ ടിയുടെ പ്ലേസിൽ കിടക്കുന്നത് n plus 3 ആണ്. n plus 3 greater than or equal to 0 അല്ലേ? t greater than or equal to 0ക്ക് പകരം n plus 3 greater than or equal to 0. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് 3നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തരും n greater than or equal to 0 minus 3, അതായത് -3. അപ്പോൾ n greater than or equal to -3ലാണ് ഈ ഫംഗ്ഷൻ 1 ആവുന്നത്. ബാക്കി അപ്പോൾ 0 ആവുന്നത് എപ്പോഴായിരിക്കും? n less than -3. ഗ്രേറ്റർ ദാൻ equal to -3, പിന്നെയുള്ളത് ലെസ് ദാൻ -3. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് നോക്കാം. 0 -1 -2 -3 +1 2 3 4. then അപ്പോൾ n greater than or equal to -3 എന്ന് പറയുമ്പോൾ ഇതാണ് -3. -3നേക്കാളും ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോവുക? -3യുടെ റൈറ്റിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇങ്ങനെ അത് പോവും. ഇനി അടുത്ത ടേം നമുക്ക് നോക്കാം. u of n minus 2. രണ്ട് സിഗ്നൽസിൻ്റെ സമ്മേഷനാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് നോക്കാം, എന്നിട്ട് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യാം. u of n minus 2. u of n minus 2 1 ആവണമെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ള ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി. n minus 2, അതായത് ഈ ബ്രാക്കറ്റിനുള്ള ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. വിത്ത് സൈൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ n minus 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ n-ൻ്റെ കണ്ടീഷനാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +2. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ലാണ് ഈ ഫംഗ്ഷൻ u of n minus 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ 1 ആവുന്നത്. അപ്പോൾ 0 ആവുന്നത് എപ്പോഴായിരിക്കും? n ലെസ് ദാൻ 2ൽ അല്ലേ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2ൽ 1 ആണെങ്കിൽ ലെസ് ദാൻ 2ൽ അത് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് വരച്ച് നോക്കാം. 0 1 2 3 -1 -2 -3. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ലാണ് 1. അപ്പോൾ ഇതാണ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, ഇതാണ് 2. 2നേക്കാൾ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ 2 3 4 അതിലേക്കാണ് പോവുക. ഇങ്ങനെ എക്സ്ട്രാ പോവും. അപ്പോൾ u of n plus 3 ആയി, u of n minus 2 ആയി. ഇനി നമുക്കിതിനെ മൈനസ് ചെയ്യണം. u of n plus 3 മൈനസ് u of n minus 2. നോക്കിയേ, n plus 3യുടെ കണ്ടീഷൻ എവിടെയാണ്? n ഗ്രേറ്റർ ദാൻ ഓർ 1 ആവുന്ന കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 ആണ്. ഇതാണ് n plus 3. ഈ n plus 3ന്ന് n minus 2, u of n minus 2 എന്ന് പറഞ്ഞ സിഗ്നൽ നമുക്ക് മൈനസ് ചെയ്യണം. ഇതാണ് u of n minus 2, ഇതാണ് u of n plus 3. അപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് ഈ സിഗ്നൽ മൈനസ് ചെയ്യാം. നോക്കിയേ, ഇതാണ് ഫസ്റ്റ് സിഗ്നൽ, ഇത് സെക്കൻഡ് സിഗ്നൽ. ഈ സിഗ്നലിൽ നിന്ന് ഈ സിഗ്നൽ മൈനസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള ടേംസ് എന്തായി പോകും? കട്ടായി പോകും. ഈ 2 തൊട്ടിട്ടുള്ള ടേംസ് അല്ലേ, 2 3 4 എന്നുള്ള ടേംസ് എന്തായി പോകും? 2 തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെയുള്ള എല്ലാ സിഗ്നൽസും നമുക്ക് മൈനസ് ചെയ്ത് പോകും. കാരണം ഇവിടെ കോമൺ ആയിട്ടുള്ള പോർഷൻ ഏതാ? ഈ 2 തൊട്ടിട്ടുള്ള പോർഷനാണ് രണ്ടിലും കോമൺ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ പറയുമ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ടാവും. 2 തൊട്ടിട്ടുള്ള പോർഷൻസ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ റിമൈനിങ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് -3 തൊട്ടുള്ള പോർഷൻ, -3 -2 -1 0 1 2 3 4 തൊട്ടുള്ള ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് -3 to 1 വരെയുള്ള ടേംസ് ആണ് നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താ? u of n plus 3 minus u of n minus 2 എന്ന് പറയുമ്പോൾ ഇതിൽ
n ലെസ് ദാൻ 0 അല്ലേ എക്സ് ഓഫ് എൻ കോസൽ ആവാനുള്ള കണ്ടീഷൻ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 വെൻ n ലെസ് ദാൻ 0 ആവണം. ഓക്കെ, n ലെസ് ദാൻ 0 പക്ഷേ എക്സ് ഓഫ് എൻ എന്തല്ല, ഈ സിഗ്നൽ എന്തല്ല 0 അല്ല. കാരണം -3 -2 -1 ഈ 3 നെഗറ്റീവ് വാല്യൂസിലും ഈ സിഗ്നലിന് വാല്യൂ ഉണ്ട്. n ലെസ് ദാൻ 0 കംപ്ലീറ്റ്ലി 0 ആയാൽ മാത്രമാണ് ഈ സിഗ്നൽ എന്താവുള്ളൂ കോസൽ ആവുള്ളൂ. അപ്പോൾ ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഈസ് എ നോൺ കോസൽ. ഇതൊരു നോൺ കോസൽ സിഗ്നലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ ഡിസ്ക്രീറ്റിലെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് നോൺ കോസൽ സിഗ്നലാണ്. ഇനി നമുക്ക് ഇതേപോലെ സെക്കൻഡ് സിഗ്നൽ നോക്കണം ഡിസ്ക്രീറ്റ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോമൺ ആയിട്ടുള്ള പോർഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ആദ്യത്തെ സിഗ്നൽ വരയ്ക്കുക, രണ്ടാമത്തെ സിഗ്നൽ വരയ്ക്കുക, രണ്ടിനും കോമൺ ആയിട്ടുള്ള പോർഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് മൈനസ് ചെയ്യുക, ബാക്കി റിമൈനിങ് പോർഷൻ നോക്കുക. എന്നിട്ട് ലെസ് ദാൻ 0 എന്നുള്ള വാല്യൂസിൽ സിഗ്നലിന് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ നോൺ കോസലായിരിക്കും. നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. x2 of n equal to 1/2 all raised to n u of n plus 2. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ u of n plus 2ൻ്റെ കണ്ടീഷൻ നോക്കാം. എപ്പോഴും ഈ u of ഫങ്ഷൻസ് തരുമ്പോൾ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈക്വൽ ടു 1 ആവും വെൻ n plus 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. എന്നിട്ട് n-ൻ്റെ കണ്ടീഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2, 0 -2 -2. അപ്പോൾ 0 ആവുന്നത് എപ്പോഴായിരിക്കും n ലെസ് ദാൻ -2. അപ്പോൾ -2നേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഫംഗ്ഷന് വാല്യൂ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. -0 1 2 3 -1 -2. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് പറയുമ്പോൾ ഇതാണ് -2. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ -2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകും. u of n plus 2. ഇതാണ് നമ്മുടെ u of n plus 2. അപ്പോൾ ഈ സിഗ്നലിൻ്റെ പ്രത്യേകത u of n plus 2 തൊട്ടിട്ട്, അതായത് -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2ൽ ഈ ഫംഗ്ഷൻ എന്താണ് 1 ആണ്. അപ്പോൾ 1 × 1/2 all raised to n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1/2 all raised to n ആവും. അപ്പോൾ x2 of n എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2 all raised to n when n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 അല്ലേ. n ഗ്രേറ്റർ ദാൻ -2ൽ u of n plus 2 n plus 2 1 ആയി. അപ്പോൾ 1 × 1/2 all raised to n എന്താവും 1/2 all raised to n. അപ്പോൾ ഈ കണ്ടീഷനിൽ അതർവൈസ് n ലെസ് ദാൻ -2ൽ 0 ആയിരിക്കും. അപ്പോൾ n ഗ്രേറ്റർ ദാൻ -2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 all raised to n ഉണ്ട്. അപ്പോൾ നമുക്ക് കോസൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ലെസ് ദാൻ 0ൽ സിഗ്നൽ 0 ആവണം. പക്ഷേ ഇവിടെ n ലെസ് ദാൻ 0ൽ, അതായത് n ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വാല്യൂവിൽ ഇവിടെ 0 അല്ല. കാരണം -2ലും -1ലും സിഗ്നലിന് 1/2 all raised to n എന്നുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 0 അല്ല. 0 ആവുന്നത് -2ന് ലെസ് ദാൻ ആവുമ്പോൾ മാത്രമാണ്. അപ്പോൾ ലെസ് ദാൻ 0ൽ രണ്ട് വാല്യൂസിൽ ഈ സിഗ്നലിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ therefore x2 of n എന്ന് പറയുന്നത് എന്തായിരിക്കും നോൺ കോസൽ സിഗ്നലാണ്. ഈസ് എ നോൺ കോസൽ സിഗ്നൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസൽ ആണോ നോൺ കോസൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഡിസ്ക്രീറ്റിൻ്റെ ആയാലും കണ്ടിന്യൂസിൻ്റെ ആയാലും. അപ്പോൾ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത് വരച്ച് നോക്കിയിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻസ് പഠിക്കണം. നമുക്ക് പഠിക്കാണ്ട് നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെൻ്ററി സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ബേസിക് സിഗ്നൽസ് ഒക്കെ പഠിക്കും. അപ്പോൾ അതാണ് അതിലൊന്നാണ് ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് വരുമ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് കോസലാണോ നോൺ കോസലാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വരച്ചിട്ടൊക്കെ നോക്കുക, വരച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം.